മുഖത്തേക്ക് എത്തിയ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമരഭടന്മാരെ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആയിരക്കണക്കിന് പാവപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഉമ്മമാർ, അമ്മമാർ, അവർ ശ്വസിക്കുന്ന വായു, അതിനു വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും, ഇവിടുത്തെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തകന്മാരും, ഇവിടുത്തെ മുഴുവൻ മീഡിയകളും, ഇവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത്. ഇതിവിടെ യൂത്ത് ലീഗ് ഇന്ന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ മേനി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇത് ജനകീയ കോടതിക്ക് മുമ്പിൽ കൃത്യമായി വിചാരണ ചെയ്തവരാണ് ഞങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഈ സമര പോരാളികളോടൊപ്പം നിന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞവരാണ് ഞങ്ങളൊക്കെ. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കഥകൾ ഉണ്ടാക്കി പരസ്പരം തമ്മിലടിപ്പിച്ച് ഞങ്ങളുടെ സംഘടിത ശക്തിയെ തകർക്കാനാണ് ഏതെങ്കിലും കുബേരന്മാർ തീരുമാനിച്ചെങ്കിൽ ആ കുബേരന്മാരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗ് നിങ്ങളെ വെറുതെ വിടില്ല എന്ന് മാത്രമാണ് ഈ അവസ്ഥ സൂചിപ്പിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഈ ബാരിക്കേഡ് മതിയാവില്ല. മുസ്ലിം യൂത്ത് ലീഗ് എങ്ങാനും ആഹ്വാനം ചെയ്താൽ, മുസ്ലിം യൂത്ത് ലീഗിന്റെ അവസാന പ്രവർത്തകന്മാരും പ്ലാന്റിലേക്ക് വന്നാൽ നിങ്ങളുടെ മുഴുവൻ ബാരിക്കേഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് പല സമരമാർഗങ്ങളുണ്ട്. PK ഫിറോസ് സാഹിബ് പണ്ട് പ്രഖ്യാപിച്ചൊരു സമരമുണ്ട്. അയ്യൂബിനൊക്കെ അറിയാം, മിന്നൽ സമരം. ഞങ്ങൾ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയില്ല. ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയില്ല. ഏത് സമയവും സമരങ്ങൾ വരും. ചിലപ്പോൾ രാത്രി 1 മണിക്ക് വരും, ചിലപ്പോൾ 2 മണിക്ക് വരും, 3 മണിക്ക് വരും. അങ്ങനെയുള്ള ഒരു സംഘടിത സംവിധാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഏതറ്റം വരെയും ജനങ്ങളുടെ കൂടെയാണ് എന്ന് ബോധ്യം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുബേരന്മാരോട് നീതി നടപ്പിലാക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ പ്രതികൂലമായ കാലാവസ്ഥ വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നു. കോയ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രതികൂലമായ കാലാവസ്ഥ, ബ്ലോക്ക് ഉണ്ട്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, മഴ അതിശക്തം. എന്നിട്ടും ഇവിടെ എത്തിയ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, ഈ ജനകീയ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പേരിൽ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത മിസ് സബക്കിയേരൂർ, പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി, ഈ സമരമുഖത്ത് ഞങ്ങൾ ആവേശമായി നിരന്തരമായി ഞങ്ങളുടെ പോരാട്ടത്തിന് പ്രേരിപ്പിക്കുന്ന പ്രിയപ്പെട്ട കോയ സാഹിബ്, സംസ്ഥാന യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതി അംഗം റഫീഖ് കുടത്തായി, പ്രിയപ്പെട്ട KMA സമരമുഖമാണ് അദ്ദേഹം, അതുപോലെ തന്നെ സയ്യിദ് ഫസൽ, പ്രിയപ്പെട്ട സുനീർ, സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി അംഗം റഫീഖ് കുടത്തായി, എന്റെ പ്രിയപ്പെട്ട സൈനുലാബിദീൻ തങ്ങൾ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി അംഗം, എന്റെ ബഹുമാനായ പ്രസിഡന്റ്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നേതാവ് OK ഇസ്മായിൽ സാഹിബ്, പ്രിയപ്പെട്ട ഷംസീർ, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹി, പ്രിയപ്പെട്ട ഷാഫി സക്കരിയ, അർഷദ് കിഴക്കോത്ത് ഉൾപ്പെടെ നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ ഭാരവാഹികളുണ്ട്. ഷംസീർ പോത്താറ്റിൽ ഇവിടെയുണ്ട്. ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്. എല്ലാവരും, സൈനുദ്ദീൻ കൊളത്തക്കര, നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ ട്രഷറർ സൈനുദ്ദീൻ കൊളത്തക്കരയുണ്ട്. MSFന്റെ നേതാക്കന്മാരുണ്ട്, യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരുണ്ട്, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ MSFന്റെ പ്രിയപ്പെട്ട തസ്ലീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. എല്ലാവരെയും നന്ദി പറഞ്ഞുകൊണ്ട്, അയ്യൂബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് ലീഗ്.